കാരണം ഇന്ന് ഞാൻ ഒരു സ്കാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈയിടെയായിട്ട് നടക്കുന്ന ഒരു സ്കാമാണ്. സോ ഡിഫറെന്റ് ആയിട്ട് സ്കാം ഇപ്പൊ ഈ BPO അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി പോലെ സ്കാമുകാരും ഒരു ഒരു കമ്പനി പോലെ വെച്ച് അവരിപ്പോ കുറെ സ്കാമുകൾ വരുന്നുണ്ട്. സോ എല്ലാ ദിവസവും നമുക്ക് കുറെ കോൾസ് വരും. പല പല കമ്പനീസിന്റെ വരും. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ പേഴ്സണൽ ലോണ്, അത് തരാം ഇത് തരാം. ചിലപ്പോ നമുക്ക് ലോട്ടറി വിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സേജസ് വരും. അല്ലെങ്കിൽ ലോട്ടറി വിൻ ആയി എന്ന് പറഞ്ഞിട്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരും. അപ്പം ഇങ്ങനെ നമ്മൾ വിചാരിക്കും സ്കാം ആണല്ലോ, നമുക്കറിയാം സ്കാം ആണെന്ന്. പക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും വീഴുന്ന കാരണമാണ്, അല്ലെങ്കിൽ ഒരു 10% ആൾക്കാരെങ്കിലും ഇതിൽ വീഴുന്ന കാരണമാണ് അവര് ഇത് ദിവസവും അവര് ഇത് നമ്മളെ വിളിക്കുന്നതെന്ന് ഓർക്കണം. സോ അങ്ങനെ കുറെ ആൾക്കാര് ഈ സ്കാമിൽ പെടുന്നത് കൊണ്ട് ഈ ഇടയായിട്ട് വന്ന ഒരു പുതിയ ടൈപ്പ് സ്കാം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു കോൾ വന്ന് നമ്മള് DHL കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓട്ടോമേറ്റഡ് കോൾ പോലെ അവരൊരു ഇൻഫർമേഷൻ തരണം. DHL കസ്റ്റമർ കെയറിൽ കണക്ട് ചെയ്യാനായിട്ട് 1 പ്രസ് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മൾ വിചാരിക്കും നമ്മൾ ഓൺലൈനിലാണെങ്കിലും പർച്ചേസും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊറിയറോ എല്ലാം അയച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു ഡൗട്ട് നമുക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1 പ്രസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി അത് കോൾ കണ്ടിട്ട് അവരുടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഫോൺ വിളിക്കുന്നു. അത് നല്ല എങ്ങനെ DHLന്റെ കസ്റ്റമർ സർവീസിൽ പോലെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാള് എടുത്തിട്ട് പറയുന്നു, നിങ്ങള് എന്തോ ഒരു കൊറിയർ അയച്ചിട്ടുണ്ട്, അത് എന്തോ പ്രശ്നമായിട്ടുണ്ട്. സോ അത് നമ്മൾ കൊറിയർ ഒന്നും അയച്ചിട്ടില്ല. സോ എന്താണ്, സാധാരണ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊറിയറോ എല്ലാം അയച്ചവരാണെങ്കിൽ നമുക്ക് അങ്ങനെയും ഡൗട്ട് ആയിപ്പോവും. സോ കൊറിയർ അയച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അവര് പറഞ്ഞു, നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പറയും. സോ ഞങ്ങള് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ പറയും. ഇതില് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡീറ്റെയിൽസ് ജസ്റ്റ് ഒരു നെയിം അല്ലേ. പറയുമ്പോ അവരെന്ത് പറഞ്ഞു, ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എവിടെയെങ്കിലും. See, I heard one of my parcel has been returned. What is it actually? Yes, sir. Can you please provide me your parcel tracking number? I will check in my system, please. I don't have any parcel tracking number. Okay, sir. Can you provide me your full name? I can check you within query, sir. Yeah, it is Rahul Somanathan. Rahul Somnath. First, you on the right. I will check in my system, please. Yeah. Yes, sir. I found a notification regarding a problem with the parcel you sent. Let me explain you all situation. If you have any questions, please ask me immediately. Okay, tell me what happened. Sir, according to the notification on August 28, 2024, you sent an international parcel from Mumbai to Shanghai, China, right? Which was rejected by Mumbai Customs due to containing illegal items. No, I haven't sent any parcel. No. Okay, let me verify again, sir. The contact number on the parcel is 988-4422-796. I repeat, sir, 988-4422-796. Is it your contact number? Yes. Are you sure, sir? Yeah, it is my contact number. So that's right. Then how can you tell me that you are not sender? No, but I didn't, because I don't have anyone in China and all. Okay. ഷെയർ ചെയ്തിട്ടുണ്ടോ. സോ നമ്മള് ട്രെയിനിൽ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മൾ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇപ്പം റേഷൻ കടയിലാണെങ്കിലും നമ്മൾ പൊതുവെ എല്ലാവരും ആധാർ കാർഡാണ് നമ്മൾ നോക്കാറ്. സോ കുറെ സ്ഥലത്ത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ മിസ്യൂസ് ചെയ്യപ്പെട്ടു, നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ അയച്ചു. അത് നമ്മുടെ ഇന്ത്യയിലൊന്നും അല്ല, വേറെ രാജ്യങ്ങൾ, ചൈന അല്ലെങ്കിൽ മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളിൽ കൊറിയർ അയച്ചിട്ടുണ്ട്, ഭയങ്കര പ്രശ്നമാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇൻഫോർമേഷൻ തന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ നമ്മളൊന്നും കൊറിയർ അയച്ചിട്ടില്ല, എങ്ങും അയച്ചിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവര് ട്രാക്കിംഗ് ID ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ. സോ ഞങ്ങൾ ചോദിച്ചു ഏത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ഇവിടെ നമ്മൾ ചെന്നൈയിലാണ് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണ്, എനിക്ക് അവര് വേറെ സിറ്റിയിൽ ഉള്ള ഒരു പോലീസ് സ്റ്റേഷന്റെ പേര് പറയും, ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പറയും. നമുക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി പോലീസ് കേസ് ജയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു ടെൻഷൻ വരും.
ഇത് പ്രത്യേകിച്ചും നമ്മളെ യൂത്ത് അല്ലെങ്കിൽ യങ് ജനറേഷൻ ഒരു 30-40 വയസ്സുള്ളവരെ അല്ല ബേസ് ചെയ്യുന്നത്. ഒരു 50-60 വയസ്സുള്ള എത്രയോ ഡൗട്ടുള്ള ഒരു പ്രായമാണ്. 50-60 വയസ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, കൊടുത്തിട്ടുണ്ടോ, മക്കൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ, ഇവര് വല്ലതും കൊറിയർ അയച്ചിട്ടുണ്ടോ, അവർക്ക് ഭയങ്കര ഡൗട്ടാണ്. സോ അവരെന്ത് ചെയ്യും, ശരി കേസ് കൊടുക്കാം അല്ലെങ്കിൽ അടുത്ത് വല്ലതും കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവര് പറയും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ തന്നെ പോലീസിനെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവര് നമ്മളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതാൻ പറയും. സോ അവര് എന്താ എഴുതുന്നത്, നമ്മളുടെ ട്രാക്കിംഗ് ഐ ഡി എഴുതാൻ പറയും. അതുപോലെ എന്താണ് വേറെ രാജ്യത്ത് അവര് പറയുന്ന രാജ്യത്ത് ഒരു അഡ്രസ്സ്, ചുമ്മാ ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ എവിടുന്ന് അയച്ചേക്കുന്നുള്ള ഒരു അഡ്രസ്സ് തരും. ഇതെല്ലാം വെച്ചിട്ട് ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞിട്ട് ഇവരൊരു പോലീസിനെ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കണക്ട് ചെയ്യും. സോ ഒരു 50-60 വയസ്സൊക്കെ ഉള്ള നല്ല പ്രായം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വിശ്വസിച്ച് ഈ പോലീസിനെ വിളിക്കുകയും അവരെന്ത് ചെയ്യും, ഇവരോട് പറയും ഇതെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് സാറേ, ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല, ഇതുപോലെ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും ശരി നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, കുറച്ച് പൈസ അയച്ചതാ, ഒരു 1000 രൂപയോ ഒരു 2000 രൂപയോ ഈ അക്കൗണ്ടിലോട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ട് ഇത് സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ പറയും. ചിലര് വിശ്വസിച്ച് പൈസ അയച്ചു കൊടുക്കും. സോ അതോടെ തീർന്നെന്ന് വിചാരിക്കും. കുറെ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവര് കോൾ ചെയ്തിട്ട് ഇത് പ്രശ്നങ്ങൾ എന്തോ കൊറിയറിൽ എന്തൊക്കെയോ എന്താണ് ഡ്രഗ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ഇത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ പൈസ തട്ടിയെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇവർ ഇതിനെ മാറ്റും. സോ വീക്കായിട്ടുള്ള നമ്മൾ മെന്റലി വീക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ പെടുകയും, മെന്റലി വീക്ക് തന്നെയല്ല ഈ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ഈ പ്രശ്നങ്ങളൊന്നും വരരുതെന്നും പറഞ്ഞുകൊണ്ട് അവര് അറിയാതെ തന്നെ പൈസ കൊടുക്കുന്ന ഒരു ഇതില് ചില ആൾക്കാരെങ്കിലും വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ സ്കാമിലൊന്നും പെടാതിരിക്കുക. കുറെ സ്കാം നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബേസ് ലൈറ്റിംഗ് ആണ്, എഡ്യൂക്കേഷണൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക, മെസ്സേജ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സ്കാം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കുറെ സ്കാമുകൾ വരുന്നുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ് കുറെ ഇപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെയും കുറെ സ്കാമുകളുണ്ട്. സോ ഈ സ്കാമുകളുടെ വീഡിയോ ഇനിയും നമ്മൾ ചെയ്യും. നന്ദി, നമസ്കാരം.